ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പേപ്പർ പാറ്റേൺ ഉപയോഗിച്ച് ഒരു ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണുന്നത്. 42 സൈസ് ബ്ലൗസാണ് ഞാനിവിടെ പാറ്റേൺ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ലൈനിങ് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുക. അതിനുശേഷം പേപ്പർ പാറ്റേണിൽ ബാക്ക് പീസ് വെട്ടിയതാണ് നമ്മൾ ആദ്യമേ വെച്ച് കൊടുക്കുന്നത്. ഫോൾഡ് ചെയ്ത വശത്തേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ബെൽറ്റ്, അതായത് ഫ്രണ്ട് പാർട്ടിൽ വരുന്ന ബെൽറ്റ് നമ്മൾ സൈഡിലായിട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം ബാക്കി ബാലൻസ് വരുന്ന തുണിയെ വീണ്ടും ഒന്നുകൂടെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് സ്ലീവ് വെച്ച് കൊടുക്കുക. സ്ലീവ് രണ്ടെണ്ണം വേണം, അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഒന്നുകൂടെ മടക്കുന്നത്. അതിനുശേഷം ഒരു പെർഫെക്ഷന് വേണ്ടി നമ്മൾ പേപ്പർ പാറ്റേൺ വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ ഇതേപോലെ തന്നെ ട്രേസ് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പേപ്പർ പാറ്റേൺ വെച്ചങ്ങ് ജസ്റ്റ് വെട്ടുവാണെങ്കിൽ പാറ്റേൺ അനങ്ങും. അപ്പോൾ നമ്മുടെ ലൈനിങ് ക്ലോത്തും അനങ്ങും. നമുക്ക് ഒരു കട്ടിങ്ങിൽ ഫിനിഷിങ് വരത്തില്ല. ആ കട്ടിങ്ങിൽ ഫിനിഷിങ് ഉണ്ടായാൽ മാത്രമേ സ്റ്റിച്ചിങ് പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പേപ്പർ പാറ്റേൺ വെച്ചിരിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുക്കുക. അത് വരച്ചെടുക്കുന്നതിന് ശേഷം നമ്മൾ അതേപോലെ തന്നെ ആ ഒരു വരയിലൂടെ തന്നെ നമ്മളതിനെ കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കൊരു പെർഫെക്ഷൻ ഉണ്ടാകത്തുള്ളൂ. പാറ്റേൺ നമുക്ക് ഇപ്പം വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പേപ്പർ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അളവ് മെഷർമെൻറ്റ്സ് എടുത്ത് നമ്മൾ ആ പേപ്പറിൽ വെട്ടുക. അങ്ങനെ പാറ്റേൺ നമുക്ക് കിട്ടും. ഒരു പ്രാവശ്യം പാറ്റേൺ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൈസ് വരുമ്പോഴത്തേക്ക് എളുപ്പമായിരിക്കും. ലൈനിങ് ഫുള്ളായിട്ട് ആദ്യമേ തന്നെ വെട്ടി വെക്കുക. ഈ ഒരു വരയിൽ കൂടെ തന്നെ വെട്ടണം. അത് ചെരിയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നല്ല തുണിയും അതേപോലെ തന്നെ മിസ്റ്റേക്ക് വരും. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് അത്ര പെർഫെക്ഷൻ വരത്തില്ല. കട്ടിങ് വീഡിയോ വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് അടുത്ത ദിവസമായിട്ട് ഇത് 42 സൈസ് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളത്, മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ലൈനിങ് എല്ലാം കട്ട് ചെയ്തെല്ലാം ഒരുമിച്ചെടുത്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ നല്ല തുണി എടുക്കുക. ഇതിപ്പോൾ എൻ്റേതൊരു സാരിയുടെ പീസാണ്. സാരിയുടെ പീസിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കുറവായിരിക്കും. ഞാൻ 3/4 സ്ലീവ് ആയതുകൊണ്ട് തന്നെ തയ്ക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ സ്ലീവ് വെട്ടി വെച്ചു. അതിനുശേഷം ബാലൻസ് വന്നിരിക്കുന്ന തുണിയിലേക്ക് ലൈനിങ് വെച്ച് നോക്കി കറക്റ്റായിട്ടെല്ലാം കിട്ടുന്നുണ്ടോ എന്നുള്ളത് വെച്ച് നോക്കി. ചെറിയൊരു എക്സ്റ്റൻഷൻ വരും, കാരണം ഞാൻ 3/4 സ്ലീവ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബെൽറ്റിൻ്റെ അവിടെ ഒരു എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ കറക്റ്റായിട്ട് അത് നല്ല ക്ലോത്തും വെട്ടിയെടുത്തു. നല്ല ക്ലോത്ത് വെട്ടിയെടുത്തതിന് ശേഷം ഇതെല്ലാം ഈ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും കൂടെ എല്ലാം ഒന്ന് വെച്ച് നോക്കി. മിസ്മാച്ച് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വെച്ച് നോക്കി. അതിനുശേഷം ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ഔട്ട്പുട്ടാണ് ഇനി നമ്മൾ കാണുന്നത്. നോക്കിയാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരിടത്ത് ഒരു ചുളിവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഹോൾ കർവൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ നെക്കൊക്കെ ആണെങ്കിലും നല്ല കൃത്യമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ പാറ്റേൺ ഉപയോഗിച്ച് വെട്ടുവാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കും ബ്ലൗസിന്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും